വിശദമായി നോക്കാം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്ക് എതിരെ ആഞ്ഞടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇപ്പോൾ നടക്കുന്ന പ്രചാരണം ഭരണഘടനയെ അധിക്ഷേപിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കുപ്രചാരണമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ല. ഭീഷണിക്ക് വശംവദരാകില്ല എന്നും കമ്മീഷൻ തുറന്നടിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. മനു, വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ എല്ലാ ആരോപണങ്ങളും പാടെ തള്ളിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. അന്വേഷണത്തിന് പോലും അടിസ്ഥാനമില്ലാത്ത ആരോപണം എന്ന വിലയിരുത്തലിലേക്കാണ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്, അല്ലേ? തുടർച്ചയായി കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഒന്നില്ലെങ്കിൽ ഈ പരാതികളെ സംബന്ധിച്ചുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ മാപ്പ് പറയണം എന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇത് 16 ലക്ഷത്തോളം BLAമാരൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ സംഘമാണ് ഇത് തയ്യാറാക്കുന്നത്. 1 കോടിയിലധികം ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമായുണ്ട്. ഇത്തരം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹാരം കാണാനുമുള്ള എല്ലാ മാർഗങ്ങളും ഇതിൻ്റെ ആദ്യ ദിവസം മുതൽ ഉണ്ട്. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അവിടെ BLAമാർ സഹകരിക്കുന്നില്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റുമാരെ കാണാം, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ ഓഫീസർക്ക് വരെ പരാതി നൽകാനുള്ള സാവകാശമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കി ഇതിനു ശേഷവും അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. അതിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന് ഫലപ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം 45 ദിവസം പിന്നെയും പരാതി നൽകാൻ സുപ്രീം കോടതിയിൽ അതിനെതിരെ കേസ് നടത്താൻ ഒക്കെ സാവകാശമുണ്ട്. പക്ഷേ അതിനൊന്നും മുതിരാതെ ഇത്രയും കാലത്തിന് ശേഷം ഒരു തെളിവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാതെ ഇത്തരം പരാതി ഉന്നയിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഭരണഘടനയോടുള്ള അധിക്ഷേപവുമാണ് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ആരോപണം അഴിച്ചുവിടുന്നു. ബീഹാറിൽ ഇപ്പോഴും സമയമുണ്ട് വോട്ടർ പട്ടികയിൽ പരാതികൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ. അത് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്ന് ഉന്നയിക്കുകയാണെങ്കിൽ അത് ആരുടെ തെറ്റാണ് എന്ന് കമ്മീഷൻ ചോദിക്കുകയും ചെയ്യുന്നു. എന്തായാലും കോൺഗ്രസ് ഇതിൽ വളരെ നിരാശരാണ് എന്ന തരത്തിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തും വന്നിരിക്കുന്നു. പക്ഷപാതപരമായ ഒരു പെരുമാറ്റമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടായത്. രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് അവർ മറുപടി നൽകിയില്ല എന്നാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതികരണവും വന്നിട്ടുള്ളത്. അതെ, തീർച്ചയായും മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ